അടുത്ത ആഴ്ച ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ഒരു ടോപ്പിക് ആയിട്ടുള്ള ഇന്ത്യയിലെ പ്രധാന നിയമനങ്ങൾ 2026 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. പഠിക്കാൻ പോകുന്നത് ഇന്ത്യ അപ്പോയിന്റ്മെന്റ്സ് അഥവാ ഇന്ത്യയിലെ പ്രധാന നിയമനങ്ങൾ 2026. ഇന്ത്യയിലെ പദവികളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഏറ്റവും ഉയർന്ന പദവിയായിട്ടുള്ള രാഷ്ട്രപതിയെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. പഠിച്ചു വെക്കണം. നിലവിലെ ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഈ ദ്രൗപദി മുർമു സാന്താലി ആദിവാസി കുടുംബത്തിൽ ജനിച്ചു. അപ്പം ഇവരേത് വംശജയെന്നൊക്കെ ഉള്ളത് പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ദ്രൗപദി മുർമു, നമ്മുടെ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപദി മുർമു സന്താലി ആദിവാസി കുടുംബത്തിൽ ജനിച്ചു. ഒഡീഷ സ്വദേശിയാണ്. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യത്തെ ഗോത്രവർഗക്കാരിയും രണ്ടാമത്തെ വനിതയുമാണ് ഇവർ കേട്ടോ. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ നിലവിലെ 15ാമത് രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്താലി ആദിവാസി കുടുംബത്തിൽ ജനിച്ചു. ഒഡീഷ സ്വദേശിനി, ഇന്ത്യയുടെ പരമോന്നത ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യത്തെ ഗോത്രവർഗക്കാരിയും രണ്ടാമത്തെ വനിതയുമാണ് ഇവർ. ക്ലിയർ ആണേ? അടുത്ത പോയിന്റിലോട്ട് നമുക്ക് പോവാം. അടുത്തത് നിലവിലെ 15ാമത് ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. നിലവിലെ 15ാമത് ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയായ അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ ലോകസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പഠിച്ചു വെക്കണം. നിലവിലെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ടുള്ള CP രാധാകൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ ലോകസഭാ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2025 സെപ്റ്റംബറിൽ നടന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ B സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏകദേശം 452 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നമുക്കറിയാം ഈ ഒരു ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്തെത്തിയത്. അപ്പൊ B സുദർശൻ റെഡ്ഡി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഇത് CP രാധാകൃഷ്ണൻ BJP അടങ്ങുന്ന ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇദ്ദേഹം 452 വോട്ടുകൾക്കാണ് ലഭിച്ചാണ് വിജയിച്ചത് കേട്ടോ. അപ്പൊ നിലവിലെ 15ാമത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയാണ്. കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ ലോകസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ക്ലിയർ ആണേ? അടുത്ത പോയിന്റ്. നിലവിലെ ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെക്കണേ. 1 മാർക്ക് പ്രതീക്ഷിക്കാം. പഠിച്ചു വെക്കണേ. നിലവിലെ ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ക്ലിയർ ആണ്? 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അടുത്ത പോയിന്റ്. നിലവിലെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. നിലവിലെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. പഠിച്ചു വെക്കണേ. നിലവിലെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. നിലവിൽ അദ്ദേഹത്തോടൊപ്പം, അതായത് ആ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അദ്ദേഹത്തോടൊപ്പം സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി സേവനം അനുഷ്ഠിക്കുന്നത് കേട്ടോ. അപ്പം പരീക്ഷയ്ക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഇദ്ദേഹം അടങ്ങുന്ന ആ ഒരു കമ്മീഷനിലെ അംഗങ്ങളാണ്, അഥവാ മറ്റ് കമ്മീഷണർമാരാണ് സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവർ കേട്ടോ. അതുപോലെ ഇപ്പൊ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. മറ്റ് കമ്മീഷണർമാരാണ് സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും. ക്ലിയർ ആണ്? ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRCയുടെ ചെയർപേഴ്സൺ ആരാണ്? V രാമസുബ്രഹ്മണ്യനാണ്. പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? V രാമസുബ്രഹ്മണ്യൻ. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ് കേട്ടോ.
രാജ്കുമാർ ഗോയലാണ്. അപ്പൊ കേന്ദ്ര അഥവാ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? രാജ്കുമാർ ഗോയലാണ്. റീസെന്റ് ആയിട്ട് നടന്ന അപ്പോയിന്റ്മെന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. രാജ്കുമാർ ഗോയലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ. അതുപോലെ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ നിലവിൽ മലയാളിയായി സേവനം അനുഷ്ഠിക്കുന്നത് ആരാണെന്ന് ചോദിക്കാം. PR രമേശ് ആണ് കേട്ടോ. PR രമേശ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു നോക്കണം. നമ്മൾ ഈ PR രമേശിന്റെ നിയമനവും അടുത്തിടെ റീസെന്റ് ആയിട്ട് നടന്ന നിയമനമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും. പഠിച്ചു നോക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ രാജ്കുമാർ ഗോയൽ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ നിലവിൽ മലയാളിയായി സേവനം അനുഷ്ഠിക്കുന്ന അംഗം ആരാണ്? PR രമേശ് ആണ്. PR രമേശ് ആണ്. ക്ലിയർ ആണ്. അടുത്ത പോയിന്റ്, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ രഹത്കർ കേട്ടോ. വിജയ കിഷോർ രഹത്കർ. അപ്പൊ പഠിച്ചു വെക്കണേ. നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരായിരുന്നു? P സതീദേവി അല്ലേ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ. നിലവിലെ 18ാം ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. നിലവിലെ 18ാമത് ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. നിലവിലെ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് കേട്ടോ. നിലവിലെ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യസഭാ നേതാവ് JP നദ്ദ. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. ഈ മല്ലികാർജുൻ ഖാർഗെയാണ് ഇപ്പൊ നിലവിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ളത് കേട്ടോ. INC പ്രസിഡന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ട് തമ്മിൽ തിരിഞ്ഞുപോലെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി കേട്ടോ. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ്. അടുത്ത പോയിന്റ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ അഥവാ UPSCയുടെ ചെയർമാൻ അജയ് കുമാർ ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? അജയ് കുമാർ ആണ്. അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ അജിത് കുമാർ മൊഹന്തിയാണ്. അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അജിത് കുമാർ മൊഹന്തിയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ചെയർമാൻ വിനീത് ജോഷിയാണ്. വിനീത് ജോഷി. UGC ആണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? വിനീത് ജോഷിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ് കേട്ടോ. ഉത്പൽ കുമാർ സിംഗ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ട രമണിയാണ് കേട്ടോ. R വെങ്കിട്ട രമണിയാണ്. അപ്പൊ പഠിച്ചു നോക്കണം. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ട രമണിയാണ്. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? തുഷാർ മേത്തയാണ്. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചോണം. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ R വെങ്കിട്ട രമണി. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്തയാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അഥവാ CAG ആണ് K സഞ്ജയ് മൂർത്തിയാണ് കേട്ടോ. K സഞ്ജയ് മൂർത്തിയാണ്. അപ്പൊ പഠിച്ചു നോക്കണേ. നമുക്ക് എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? CAG ആണ്. ഇന്ത്യയുടെ നിലവിലെ CAG. കൺട്രോൾ അപ്പം എന്താണ്? മൂർത്തിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ എന്താണ് എല്ലാത്തിനും കൺട്രോൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾ പഠിച്ചു നോക്കണം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? K സഞ്ജയ് മൂർത്തി. K സഞ്ജയ് മൂർത്തിയാണ്. അടുത്ത പോയിന്റ്, അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? AM ഖാൻ വിൽക്കർ ആണ് കേട്ടോ. AN ഖാൻ വിൽക്കർ ആണ്. റീസെന്റ് ആയിട്ട് നടന്ന അപ്പോയിന്റ്മെന്റ് ആണ്. പഠിച്ചു നോക്കണം. അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി AM ഖാൻ വിൽക്കർ ആണ് കേട്ടോ. സംസ്ഥാന തലത്തിലാവുമ്പോൾ എന്താണ്? ലോകായുക്തയല്ലേ. അപ്പൊ നിലവിലെ കേരളത്തിലെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് N അനിൽ കുമാർ ആണ് കേട്ടോ. കണക്ട് ചെയ്ത് പഠിച്ചോണേ. അടുത്ത പോയിന്റ്, രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണർമാരാണ് മൃത്യുഞ്ജയ കുമാർ നാരായൺ കേട്ടോ. മൃത്യുഞ്ജയ കുമാർ നാരായണൻ. അപ്പൊ നമുക്കറിയാം ഈ സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിച്ചിരിക്കുന്നവരുടെ എണ്ണം അല്ലേ സെൻസസ്? അത് പോപ്പുലേഷൻ ഇതല്ലേ, കൗണ്ട് അല്ലേ സെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരാൾക്കൊരു ജീവിതം കൊടുക്കുക എന്ന് പറയുന്നത്, അതായത് മീൻസ് എന്താണ്? ജീവിച്ചിരിക്കുന്നവരെ മൃത്യുഞ്ജയ ഹോമമൊക്കെ നമ്മൾ നടത്തുന്നത് നിങ്ങൾ അത് വെച്ച് കണക്ട് ചെയ്തു. മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തുന്നത് എന്താണ്? നമുക്ക് ആയുസ് വർദ്ധിപ്പിക്കാനും മരിക്കാതിരിക്കാനും ഒക്കെ അല്ലയോ നമ്മൾ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. അപ്പൊ ഈ മൃത്യുഞ്ജയ കുമാർ എന്ന് പറയുമ്പോൾ എന്താണ്? അതുമായിട്ട് കണക്ട് ചെയ്തണം. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം എടുക്കുന്ന ആളാണ് മൃത്യുഞ്ജയ എന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് ഇത് ക്ലിയർ ആവും. അപ്പൊ സെൻസസ് കമ്മീഷണർ, രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറും ആരാണ്? മൃത്യുഞ്ജയ കുമാർ നാരായണനാണ്. പരീക്ഷയ്ക്ക് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വർഷം നമ്മുടെ എന്താണ് ഡിജിറ്റൽ സെൻസസ് ഒക്കെ വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നുകൂടെ പറയാം, രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറും ആരാണ് നിലവിലെ? മൃത്യുഞ്ജയ് കുമാർ നാരായണൻ.
ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിസ്രി ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാമേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിലവിലെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിസ്രി ആണ്. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം വാർത്താ സമ്മേളനമൊക്കെ നടത്തിയാണ് വിക്രം മിസ്രി. അതോടൊപ്പം തന്നെ ഇപ്പം നിലവിൽ നമുക്കറിയാം പശ്ചിമേഷ്യയിലൊക്കെ യുദ്ധങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ടൊക്കെ വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ ഇടപെടുന്നത് ഈ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിസ്രിയാണ്. അതോടൊപ്പം ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ മന്ത്രി ആരാണ്? ഡോക്ടർ എസ് ജയശങ്കർ ആണ്. എസ് ജയശങ്കർ ആണ് വിദേശകാര്യ മന്ത്രി. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ആഭ്യന്തര സെക്രട്ടറി നിലവിലെ ഗോവിന്ദ് മോഹൻ ആണ് കേട്ടോ. ഇന്ത്യൻ ആഭ്യന്തര സെക്രട്ടറി ആരാണ് നിലവിലെ? ഗോവിന്ദ് മോഹനാണ്. ഗോവിന്ദ് മോഹനാണ്. അപ്പൊ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഇന്ത്യൻ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനും. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് കേൾക്കുക. അതായത് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ നീണ്ടുന്ന ഒരു ലൈവ് ഇന്ററാക്റ്റീവ് ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലൈവ് പ്ലസ് റെക്കോർഡർ സെക്ഷൻ ക്ലാസ് ആണ്. 1 hour ലൈവ് സെക്ഷൻ ആണ്. അപ്പോൾ ലൈവിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ PDF നോട്ട്സുകൾ, വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 20ഉം 10 മാർക്കുകളുമാണ് ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം വരുന്നത്. അപ്പോൾ 6 മാസത്തിനകത്താണ് എല്ലാ പരീക്ഷകളും വരുന്നത്. ആ പരീക്ഷകൾക്ക് നമുക്ക് റിവിഷൻ ബേസ് ചെയ്തുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് ആയിരിക്കും. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ ക്ലാസ്സിലൂടെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഏകദേശത്തോളം നമ്മുടെ ബാച്ചിൽ 10-70ഓളം കൂട്ടുകാരായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുമോ. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരത്തുള്ളൂ. കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ടും റിവിഷൻ ഓറിയന്റഡ് ആയിട്ടും ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ PDF നോട്ട്സും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോളൂ. അടുത്ത പോയിന്റ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അഥവാ ട്രേയുടെ ചെയർമാൻ കേട്ടോ അനിൽ കുമാർ ലഹോട്ടിയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ട്രൈയുടെ ചെയർമാൻ ആരാണ്? അനിൽ കുമാർ ലഹോട്ടിയാണ്. UN-ലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? പി ഹരീഷ് ആണ് കേട്ടോ. പി ഹരീഷ് ഫുൾ നെയിം പറയുവാണെങ്കിൽ പർവ്വതനേനി ഹരീഷ് എന്നാണ് കേട്ടോ. ചിലപ്പോൾ പർവ്വതനേനി ഹരീഷ് എന്നും ഓപ്ഷനിൽ തരാം, പി ഹരീഷ് എന്നും ഓപ്ഷനിൽ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കണം. UN-ലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? പി ഹരീഷ് അഥവാ പർവ്വതനേനി ഹരീഷ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ചെയർമാൻ അഥവാ ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. അപ്പൊ ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അഥവാ VSSCയുടെ നിലവിലെ ഡയറക്ടർ ആരാണ്? A രാജരാജനാണ്. അപ്പൊ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ആരാണ്? നിലവിലെ A രാജരാജനാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ് കേട്ടോ. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? നീതി ചിബ്ബർ ആണ് കേട്ടോ. ഈ അടുത്തിടെ റീസെന്റ് ആയിട്ട് നടന്ന അപ്പോയിന്റ്മെന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇവർക്കൊരു അധിക ചുമതലയായിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ അതോടൊന്ന് കണക്ട് ചെയ്തോണേ. നീതി ആയോഗിന്റെ നിലവിലെ CEO, അത് നിലവിലെ ഇടക്കാല CEO എന്നൊക്കെ പറയാം. നീതി ചിബ്ബർ ആണ്, അധിക ചുമതലയായിട്ടാണ് നീതി ചിബ്ബറിന് ഈ ഒരു നീതി ആയോഗിന്റെ ഇടക്കാല CEO ആയിട്ട് നിയമിച്ചത്. അടുത്ത പോയിന്റ്, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? KN ശാന്ത് കുമാർ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? KN ശാന്ത് കുമാർ ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? നിലവിലെ മാധവ് കൗശിക് ആണ് കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ദേശീയ ലളിതകല അക്കാദമി ചെയർമാൻ വി നാഗദാസ് ആണ് കേട്ടോ. ദേശീയ ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ്? വി നാഗദാസ് ആണ്. CBIയുടെ നിലവിലെ ഡയറക്ടർ പ്രവീൺ സൂദ് ആണ്. CBI ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ് ആണ്. അതുപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് കേട്ടോ. നമുക്കറിയാം വിജിലൻസ് പറഞ്ഞാൽ എന്താണ്? കറപ്ഷനെ കണ്ടുപിടിക്കുന്ന എന്താണ്? വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ഏജൻസി അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്തോണം. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അടുത്ത പോയിന്റ്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ ചീഫ് ആരാണ്? അഥവാ റോ ഇല്ലേ, നമ്മുടെ റോയുടെ ചീഫ് ആരാണ്? പരാഗ് ജെയിൻ ആണ് കേട്ടോ. പഠിച്ചു നോക്കണേ. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അഥവാ റോയുടെ ചീഫ് ആരാണ്? പരാഗ് ജെയിൻ ആണ്.
ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. പക്ഷേ ഇപ്പൊ കറന്റ് വേക്കന്റ് ആയിട്ട് കിടക്കുവാണ്. ചിലപ്പം ഓപ്ഷൻ നമുക്ക് ഇങ്ങനെ വരാം. നിലവിൽ കറന്റ് വേക്കന്റ് എന്നും തന്നിരിക്കാം, അതുപോലെ തന്നെ ഇക്ബാൽ സിംഗ് ലാൽപുര എന്നും തന്നിരിക്കാം കേട്ടോ. അപ്പൊ വേക്കന്റിന് തരുവാണെങ്കിൽ അത് കറപ്പിച്ചോണം. വേക്കന്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ ഇക്ബാൽ സിംഗ് ലാൽപുര ആണെങ്കിൽ അതും കറപ്പിച്ചോണം കേട്ടോ. അപ്പൊ അടുത്ത പോയിന്റ്, ഇന്റലിജൻസ് ബ്യൂറോ അഥവാ IB-യുടെ ഡയറക്ടർ ആരാണ്? ഇന്റലിജൻസ് ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആരാണ്? തപൻ ദേഖയാണ് കേട്ടോ. ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ ആരാണ്? തപൻ ദേഖയാണ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ആരാണ്? രാകേഷ് അഗർവാൾ ആണ് കേട്ടോ. NIA ആണ്, NIA അല്ലേ നമ്മുടെ NIA. അപ്പൊ NIA-യുടെ ഡയറക്ടറാണ്. ദേശീയ അന്വേഷണ ഏജൻസി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ രാകേഷ് അഗർവാൾ ആണ്. രാകേഷ് അഗർവാൾ ആണ്. അടുത്ത പോയിന്റ്, 23ാമത് നിയമ കമ്മീഷന്റെ ചെയർപേഴ്സണായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് കേട്ടോ. 23ാമത് നിയമ കമ്മീഷന്റെ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സായുധ സേനാ മേധാവികളുടെ സ്ഥിരമായിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെക്കണം. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാൻ ആണ്. നിലവിലെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ് കേട്ടോ. 30ാമത് കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ദ്വിവേദി. അടുത്തത്, നിലവിലെ വ്യോമസേനാ മേധാവി അഥവാ എയർ സ്റ്റാഫ് മേധാവി. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിരിക്കാം, വ്യോമസേനാ മേധാവിയും തന്നിരിക്കാം, അതോടൊപ്പം തന്നെ എയർ സ്റ്റാഫ് മേധാവിയും തന്നിരിക്കാം. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ആരാണ്? അമർപ്രീത് സിംഗ് ആണ് കേട്ടോ. അമർപ്രീത് സിംഗ് ആണ്. പഠിച്ചു വെക്കണം. 28ാമത് വ്യോമസേനാ മേധാവി ആരാണ്? അമർപ്രീത് സിംഗ് ആണ്. നിലവിലെ നാവികസേനാ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠിയാണ് കേട്ടോ. നിലവിലെ 26ാമത് നാവികസേനാ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഇത്ര ഒന്നുകൂടെ പറഞ്ഞു പോവാം. നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, കരസേനാ മേധാവി നിലവിലെ ഉപേന്ദ്ര ദ്വിവേദി, വ്യോമസേനാ മേധാവി അഥവാ എയർ സ്റ്റാഫ് മേധാവി അമർപ്രീത് സിംഗ്, നിലവിലെ നാവികസേനാ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠിയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരുടെ അപ്പോയിന്റ്മെന്റ്സും നിയമനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും അതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതോടൊപ്പം തന്നെ ഒന്ന് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയും ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തും ഹൈപ്പ് ചെയ്തും നമ്മളൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇതുപോലെ ഉപകാരപ്രദമാവുന്ന ക്ലാസ്സുകളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ക്ലാസ്സുകളുടെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ക്ലാസ്സുകളുടെ നിങ്ങളത് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും